നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു വിപ്ലവകരമായ മാറ്റത്തെക്കുറിച്ചാണ്. വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാനം ലോകത്തിനു തന്നെ മാതൃകയായി മാറിയിരിക്കുന്നു. അതെ, തമിഴ്നാടിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇന്ത്യയിൽ ആദ്യമായി സ്കൂൾ പാഠ്യപദ്ധതിയിൽ AI, കോഡിംഗ്, ഡിജിറ്റൽ ടൂളുകൾ എന്നിവ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് തമിഴ്നാട് സർക്കാർ. ഇത് കേവലം ഒരു ചെറിയ തീരുമാനമല്ല, മറിച്ച് രാജ്യത്തിന്റെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ ചുവടുവയ്പ്പാണ്. 2025 മുതൽ തമിഴ്നാട്ടിലെ 6ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് കോഡിംഗ്, AI മോഡലുകൾ നിർമ്മിക്കൽ, യഥാർത്ഥ ലോകത്തിലെ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കി സിമുലേഷനുകൾ നടത്തൽ എന്നിവ പഠിക്കാൻ കഴിയും. ഇതെല്ലാം അവരുടെ പഠനത്തിന്റെ ഒരു സാധാരണ ഭാഗമായിരിക്കും. വേനൽക്കാല ക്യാമ്പുകളോ പ്രത്യേക വർക്ക്ഷോപ്പുകളോ ഇതിനായി വേണ്ട. ഇത് പുതിയൊരു വിദ്യാഭ്യാസ നയമാണ്. പലർക്കും ഒരു സംശയം തോന്നാം. എന്തിനാണ് കുട്ടിക്കാലം മുതൽക്കു തന്നെ AIയും കോഡിങ്ങും പഠിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ തമിഴ്നാട് സർക്കാർ ധൈര്യം കാണിച്ചത്? അതിനുള്ള ഉത്തരം വളരെ ലളിതമാണ്. അവർ ചിന്തിക്കുന്നത് ഇന്നത്തെക്കുറിച്ചല്ല, മറിച്ച് അടുത്ത പതിറ്റാണ്ടുകളെക്കുറിച്ചാണ്. 2031 $1 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയായി വളരാൻ തമിഴ്നാട് ലക്ഷ്യമിടുന്നുണ്ട്. ഇതിന് അടിസ്ഥാനപരമായി വേണ്ടത് ആഗോള നിലവാരത്തിലുള്ള ഒരു സാങ്കേതിക വിദ്യാഭ്യാസം നേടിയ യുവതലമുറയെയാണ്. നമ്മുടെ കുട്ടികൾ വളരുന്നത് ഒരു AI യുഗത്തിലേക്കാണ്. ഭാവിയിലെ ജോലികൾ ഇന്ന് നമ്മൾ കാണുന്നത് പോലെ ആയിരിക്കില്ല. അതുകൊണ്ടാണ് 6ാം ക്ലാസ് മുതൽ തന്നെ കുട്ടികൾക്ക് സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനം പഠിപ്പിക്കാൻ അവർ തീരുമാനിച്ചത്. വെറും തിയറി പഠനമല്ല, പ്രായോഗികമായ അറിവാണ് ഇവിടെ ലക്ഷ്യമിടുന്നത്. ഉദാഹരണത്തിന് വിഷ്വൽ പ്രോഗ്രാമിങ്ങിനായി സ്ക്രാച്ച്, ബ്ലോക്ക്ലി എന്നിവയും യഥാർത്ഥ കോഡിങ്ങിനായി പൈത്തണും, ഫിസിക്സ് പഠനങ്ങൾ വെർച്വലായി ചെയ്യുന്നതിന് PHEETയും, ഗണിതം കൂടുതൽ എളുപ്പമാക്കാൻ ജിയോജീബ്രയും അവർ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുന്നു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. തമിഴ്നാട് ഇതിനായി ഒരുപാട് നാളായി തയ്യാറെടുക്കുകയായിരുന്നു. അതിനുവേണ്ടി ആഗോള ടെക് ഭീമന്മാരുമായി അവർ ഉണ്ടാക്കിയെടുത്ത കരാറുകളെക്കുറിച്ച് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. 2024 ഓഗസ്റ്റിൽ ഗൂഗിൾ തമിഴ്നാടുമായി ധാരണാപത്രം ഒപ്പുവെച്ചു. 20 ലക്ഷം യുവാക്കൾക്ക് AIയിലും മറ്റ് സാങ്കേതിക വിദ്യകളിലും പരിശീലനം നൽകാനാണ് ഈ ധാരണ. മൈക്രോസോഫ്റ്റിന്റെ സ്റ്റീൽസ് പ്രോഗ്രാം ഇതിനോടകം തന്നെ 100 സ്കൂളുകളിലെ 38,000 വിദ്യാർത്ഥികളിലേക്ക് നൂതന സാങ്കേതിക വിദ്യ എത്തിച്ചിട്ടുണ്ട്. തമിഴ്നാടിന്റെ നാൻ മുതൽവൻ പദ്ധതി കഴിഞ്ഞ വർഷം 14.7 ലക്ഷം വിദ്യാർത്ഥികൾക്ക് നൈപുണ്യ പരിശീലനം നൽകി. ഇപ്പോൾ ഈ എല്ലാ പ്രവർത്തനങ്ങളുടെയും ആകെത്തുകയാണ് ഈ പുതിയ പാഠ്യപദ്ധതി. കർണാടകയോ മഹാരാഷ്ട്രയോ ഡൽഹിയോ ഉൾപ്പെടെ മറ്റൊരു സംസ്ഥാനവും ഇതുവരെ ഇങ്ങനെയൊരു ധീരമായ തീരുമാനമെടുത്തിട്ടില്ല. തമിഴ്നാട് ഇവിടെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഉയർത്തുകയും മറ്റുള്ളവർക്ക് മാതൃക കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇനി എന്തിനാണ് AIയും കോഡിങ്ങും സ്കൂൾ തലം മുതൽ തന്നെ പഠിക്കേണ്ടത് എന്ന് നമുക്ക് കൂടുതൽ വിശദമായി പരിശോധിക്കാം. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഡാറ്റയുടെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ലോകത്താണ്. ഈ മാറ്റം ഓരോ വ്യവസായത്തിലും ഓരോ ജോലിയിലും പ്രതിഫലിക്കുന്നുണ്ട്. ഭാവിയിൽ അതിവേഗം വളരാൻ പോകുന്ന മേഖലകളിൽ AIക്ക് വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് ഈ സാങ്കേതിക വിദ്യകളെക്കുറിച്ച് അടിസ്ഥാന ധാരണയില്ലെങ്കിൽ അവർ പിന്നോട്ടു പോകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും AI പഠിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന്. പക്ഷേ സ്കൂൾ പ്രായത്തിൽ അത് പഠിക്കുന്നത് വളരെ ലളിതമാണ്. കാരണം ചെറിയ പ്രായത്തിൽ അവരുടെ തലച്ചോറ് പുതിയ കാര്യങ്ങൾ വേഗത്തിൽ ഉൾക്കൊള്ളാൻ കഴിവുള്ളതാണ്. അവർക്ക് അൽഗോരിതങ്ങളെക്കുറിച്ചും ഡാറ്റ വിശകലനത്തെക്കുറിച്ചും എങ്ങനെ ഒരു കോഡിംഗ് ഭാഷ ഉപയോഗിച്ച് ഒരു പ്രശ്നം പരിഹരിക്കാമെന്നും എളുപ്പത്തിൽ പഠിക്കാൻ കഴിയും. ഇത് അവർക്ക് യുക്തിപരമായ ചിന്താശേഷി വളർത്താനും സങ്കീർണമായ പ്രശ്നങ്ങളെ എങ്ങനെ ലളിതമായി സമീപിക്കാമെന്ന് പഠിക്കാനും സഹായിക്കും. AIയും കോഡിങ്ങും പഠിക്കുന്നത് വെറും കമ്പ്യൂട്ടർ സയൻസ് പഠനം മാത്രമല്ല. ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളെ മനസ്സിലാക്കാൻ അവരെ സഹായിക്കും. ഉദാഹരണത്തിന് ഓൺലൈൻ പരസ്യങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോകൾ എങ്ങനെയാണ് നമുക്ക് അനുയോജ്യമായവ തിരഞ്ഞെടുക്കുന്നത് എന്നെല്ലാം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ അറിവ് അവർക്ക് ഡിജിറ്റൽ ലോകത്തെക്കുറിച്ച് ഒരു ശരിയായ കാഴ്ചപ്പാട് നൽകും. പഠനം അവസാനിച്ചതിന് ശേഷം ഒരു ജോലിക്ക് വേണ്ടി അലയുന്നതിനു പകരം ചെറുപ്പത്തിൽ തന്നെ തൊഴിൽ സാധ്യതയുള്ള മേഖലകളിൽ അറിവ് നേടുന്നത് അവർക്ക് ഭാവിയിൽ കൂടുതൽ അവസരങ്ങൾ തുറന്നുകൊടുക്കും. AIയിൽ അറിവുള്ള ഒരു വിദ്യാർത്ഥിക്ക് ഭാവിയിൽ ഡാറ്റ സയന്റിസ്റ്റ്, മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ, അല്ലെങ്കിൽ ഒരു റോബോട്ടിക്സ് വിദഗ്ധൻ തുടങ്ങി ഒരുപാട് ജോലികൾക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് തമിഴ്നാടിന്റെ ഈ തീരുമാനം ഇത്രയും നിർണായകമാവുന്നത്. അവർ ഒരു തലമുറയെ തന്നെ മാറ്റിയെഴുതുകയാണ്. കോളേജിൽ പഠനം പൂർത്തിയാക്കിയതിനു ശേഷം മാത്രം കഴിവുള്ളവരെ കണ്ടെത്താതെ സ്കൂളുകളിൽ പഠിക്കുമ്പോൾ തന്നെ അവരെ വാർത്തെടുക്കുകയാണ് അവർ ചെയ്യുന്നത്. ഇതൊരു മാതൃകയാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്കും ഇത് പിന്തുടരാൻ കഴിയും.
കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി എല്ലാ സംസ്ഥാനങ്ങളും ഇങ്ങനെയൊരു നീക്കം നടത്തേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ ഒരു പുതിയ യുഗത്തിലേക്കാണ് കാലെടുത്ത് വയ്ക്കുന്നത്. എഐയും കോഡിങ്ങും ഈ യുഗത്തിലെ ഭാഷയാണ്. ഈ ഭാഷ സംസാരിക്കാൻ കഴിവുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കേണ്ടത് നമ്മുടെയെല്ലാം ഉത്തരവാദിത്തമാണ്. ലോകത്ത് മറ്റ് പല വികസിത രാജ്യങ്ങളും ഈ രീതിയിലുള്ള വിദ്യാഭ്യാസം നേരത്തെ തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട്. ആ രാജ്യങ്ങൾ ഏതൊക്കെയാണ്, ഇതിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നത് എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ കൂടി നിങ്ങൾ അറിയേണ്ടതുണ്ട്. സിംഗപ്പൂർ. ഡിജിറ്റൽ സാക്ഷരതയും നവീകരണവും സിംഗപ്പൂരിൻ്റെ വിദ്യാഭ്യാസ നയത്തിൻ്റെ പ്രധാന ഭാഗമാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ കോഡിംഗ് പഠിപ്പിക്കാൻ ഇവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 2014 ആരംഭിച്ച കോഡ്സ് അറ്റ് SG എന്ന പദ്ധതി ഇതിന് ഉദാഹരണമാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കമ്പ്യൂട്ടർ ശാസ്ത്രത്തിലും കോഡിങ്ങിലും പരിശീലനം നൽകി സാങ്കേതിക വിദ്യാരംഗത്ത് മുന്നോട്ട് വരാൻ അവരെ പ്രാപ്തരാക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇത് രാജ്യത്തെ സാമ്പത്തിക വളർച്ചയ്ക്ക് അത്യാവശ്യമായ ഒരു കൂട്ടം വിദഗ്ധരെ വാർത്തെടുക്കാൻ സഹായിച്ചു. ഫിൻലാൻഡ്. ലോകോത്തര വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് പേരുകേട്ട രാജ്യമാണ് ഫിൻലാൻഡ്. ഇവിടെ ഫിനോമിനൻ ബേസ്ഡ് ലേണിംഗ് എന്ന രീതിയാണ് പിന്തുടരുന്നത്. ഇതിൽ കോഡിംഗ്, AI തുടങ്ങിയ വിഷയങ്ങൾ പ്രത്യേക പാഠ്യപദ്ധതിയായി പഠിപ്പിക്കുന്നതിന് പകരം മറ്റു വിഷയങ്ങളുമായി സംയോജിപ്പിച്ച് പഠിപ്പിക്കുന്നു. ഉദാഹരണത്തിന്, ഗണിതം പഠിക്കാൻ കുട്ടികൾ കോഡിംഗ് ഉപയോഗിക്കുന്നു. ഇത് കുട്ടികളുടെ പ്രശ്നപരിഹാര ശേഷിയും യുക്തിപരമായ ചിന്താശേഷിയും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. ബ്രിട്ടനിലെ സ്കൂൾ പാഠ്യപദ്ധതിയിൽ 5 വയസ്സ് മുതൽ കോഡിംഗ് നിർബന്ധമാണ്. കമ്പ്യൂട്ടിംഗ് എന്ന ഒരു വിഷയം തന്നെ ഇതിനായി അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡാറ്റാബേസ് മാനേജ്മെന്റ്, നെറ്റ്വർക്കിംഗ്, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് തുടങ്ങിയ വിഷയങ്ങൾ ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിക്കുന്നു. ഇത് കുട്ടികളെ സാങ്കേതിക വിദ്യയുടെ ഉപഭോക്താക്കൾ എന്ന നിലയിൽ നിന്ന് അതിൻ്റെ സൃഷ്ടാക്കളായി മാറ്റാൻ സഹായിക്കുന്നു. എസ്തോണിയ. എസ്തോണിയ എന്ന പേരിൽ അറിയപ്പെടുന്ന രാജ്യമാണ് എസ്തോണിയ. ഡിജിറ്റൽ ഗവൺമെന്റ് സേവനങ്ങളിൽ മുൻപന്തിയിലാണ് ഈ രാജ്യം. സ്കൂളുകളിൽ ചെറുപ്പത്തിൽ തന്നെ റോബോട്ടിക്സും പ്രോഗ്രാമിംഗും പഠിപ്പിക്കുന്നത് നിർബന്ധമാണ്. ഇത് സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹത്തെ വളർത്താൻ രാജ്യത്തെ സഹായിക്കുന്നു. ഈ രാജ്യങ്ങളെ ഇത്തരം പാഠ്യപദ്ധതി എങ്ങനെ സഹായിക്കുന്നു? ഈ രാജ്യങ്ങളെല്ലാം ഇത്തരം വിദ്യാഭ്യാസ നയങ്ങൾ പിന്തുടരുന്നത് അവരുടെ ഭാവി ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ്. ഇതുകൊണ്ട് അവർ ലക്ഷ്യമിടുന്ന നേട്ടങ്ങൾ ഇനി പറയുന്നു. 1. പുതിയ തൊഴിൽ മേഖലകൾക്ക് തയ്യാറെടുക്കുന്നു. ഇനിയുള്ള കാലഘട്ടത്തിൽ AI, ഓട്ടോമേഷൻ എന്നിവ കാരണം പല ജോലികളും ഇല്ലാതാവാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ ചെറുപ്പത്തിൽ തന്നെ കോഡിങ്ങും AIയും പഠിക്കുന്നത് ഭാവിയിൽ വരാനിരിക്കുന്ന തൊഴിലവസരങ്ങൾക്കായി കുട്ടികളെ സജ്ജമാക്കുന്നു. ഇത് തൊഴിലില്ലായ്മ കുറയ്ക്കാൻ സഹായിക്കും. 2. സാമ്പത്തിക വളർച്ച. വിദഗ്ധരായ ഒരു യുവതലമുറയെ സൃഷ്ടിക്കുന്നതിലൂടെ ആ രാജ്യങ്ങൾക്ക് പുതിയ സാങ്കേതിക വിദ്യാ കമ്പനികളെയും സ്റ്റാർട്ടപ്പുകളെയും പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കും. ഇത് സാമ്പത്തിക വളർച്ചയ്ക്ക് കാരണമാകുന്നു. 3. പ്രശ്നപരിഹാര ശേഷിയെ വർദ്ധിപ്പിക്കുന്നു. കോഡിങ്ങും AIയും പഠിക്കുന്നത് യുക്തിപരമായ ചിന്തയും പ്രശ്നപരിഹാര ശേഷിയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഇത് പഠനത്തിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കുട്ടികൾക്ക് പ്രയോജനകരമാണ്. 4. ആഗോളതലത്തിൽ മത്സരിക്കാൻ പ്രാപ്തരാക്കുന്നു. സാങ്കേതിക വിദ്യാ രംഗത്ത് അതിവേഗം മുന്നേറുന്ന ഈ ലോകത്തിൽ വിദ്യാർത്ഥികൾക്ക് ആഗോളതലത്തിൽ മത്സരിക്കാൻ ഈ അറിവുകൾ അത്യാവശ്യമാണ്. ഈ രാജ്യങ്ങളെല്ലാം ഈ നീക്കങ്ങളിലൂടെ ഭാവിയിലേക്കുള്ള തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് വരും കാലങ്ങളിൽ ജീവിക്കാൻ പുതിയ തലമുറയെ എങ്ങനെ പ്രാപ്തമാക്കണം എന്നതിനെക്കുറിച്ചാണ്. നമ്മുടെ സംസ്ഥാനവും നമ്മുടെ പാഠ്യപദ്ധതികൾ നവീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇനിയെങ്കിലും ഭാവിയെ മുൻനിർത്തിയുള്ള ഒരു പാഠ്യരീതി സ്വീകരിച്ചില്ലെങ്കിൽ ഭാവിയിൽ ലോകത്തിനൊപ്പം പിടിച്ചു നിൽക്കാൻ നമ്മുടെ പുതിയ തലമുറകൾ വിഷമിക്കേണ്ടി വരും. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരിലേക്ക് ഈ വിവരങ്ങൾ എത്തിക്കുക. അപ്പോൾ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.